അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ. ശോധനയേറും സ്നേഹിതർ മാറും, യേശുവോ മാറുകില്ല. ശോധനയേറും സ്നേഹിതർ മാറും, യേശുവോ മാറുകില്ല. എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ. പുതുശക്തിയേകും പുതുജീവൻ നൽകും, യേശു എന്നെ ഉയർത്തും. പുതുജീവൻ നൽകും പുതുശക്തിയേകും, യേശു എന്നെ ഉയർത്തും. എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ, നമ്മളെ നന്നായി അറിയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, അപ്പാ എന്നെ നന്നായി മെനയുന്നവൻ. ഒന്ന് ചേർന്ന് പാടാമോ വരികൾ? എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ. രക്തസ്രാവക്കാരത്തി സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഏറിയ ഒന്ന് സഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഡോക്ടർമാർക്ക് അവളുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു. അവളാലാകുന്ന രീതിയിൽ സൗഖ്യം ലഭിക്കുവാൻ അവൾ പല സ്ഥലങ്ങളിൽ ഓടി. എന്നാൽ അവസാനം എല്ലാ പ്രതീക്ഷകളും മങ്ങി. അവളുടെ സാമ്പത്തികം അവളുടെ കയ്യിൽ ഇപ്പോൾ ശൂന്യമാണ്. എല്ലാ അർത്ഥത്തിലും അവളൊരു ശൂന്യമായി നിൽക്കുന്ന അവസ്ഥയിൽ ഈ രോഗം പിടിച്ച ഈ രക്തസ്രാവക്കാരത്തി സ്ത്രീ ദേശക്കാരുടെ മുമ്പിൽ, സമൂഹത്തിന് മുൻപിൽ, അവളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അവളൊരു വലിയ ചോദ്യചിഹ്നമാണ്. എല്ലാ പ്രതീക്ഷകളും മങ്ങുന്ന സമയത്ത് അവൾ ഉള്ളിൻ്റെ ഉള്ളൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ യേശുവിനെ തൊടും. പക്ഷെ സാഹചര്യങ്ങൾ അവളോട് പറയുകയാണ്, നിനക്ക് യേശുവിനെ തൊടാൻ സാധിക്കില്ല, കാരണം അത്രമാത്രം പുരുഷാരമാണ്. അവസാനം ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങനിലെങ്കിലും എനിക്ക് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, എനിക്ക് സൗഖ്യം വരും. അത്രയും വലിയ പുരുഷാരം അവിടെ ഉണ്ടായിട്ടും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശു അവിടെ നിന്നു. ആ സ്ത്രീയുടെ മനസ്സിൻ്റെ വേദനയെ കർത്താവ് അറിഞ്ഞു, അവളുടെ അവസ്ഥകളെ യേശു അറിഞ്ഞു. അറിയുക മാത്രമല്ല, ആ പുരുഷാരത്തിൻ്റെ നടുവിൽ വെച്ച് ചോദ്യചിഹ്നമായിരുന്ന ആ സ്ത്രീയെ യേശു സൗഖ്യമാക്കിയെങ്കിൽ, യേശുവിൻ്റെ ഒരു വാക്ക് മതി, യേശുവിൻ്റെ ഒരു നോട്ടം മതി നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങളെ സംഭവിക്കുവാൻ. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട, ഡോക്ടേഴ്സ് കൈവിട്ട, സ്നേഹിതന്മാർ, സമൂഹം കൈവിട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ വാക്കുകളെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ വേദനകളെ അറിയുന്നവൻ, പുറത്തു പറയാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന വേദനകളുമായി പുറമേ ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ യേശു നിങ്ങളുടെ വേദനകളെ അറിയുന്നു. അവൻ അറിയുക മാത്രമല്ല, അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവനുമാണ്. അതുകൊണ്ടൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ആ കരം നിങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, അപ്പാ അങ്ങൻ്റെ ഉള്ളം അറിയുന്നു, എൻ്റെ കരച്ചിൽ, എൻ്റെ വേദനകൾ മറ്റാരും അറിയുന്നില്ല, പക്ഷേ യേശു അറിയുന്നു. ഈ സമയത്ത് അത്ഭുതങ്ങളെ സംഭവിക്കുക, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. ഓ, we praise you, Father. എൻ്റെ ഉള്ളം അറിയുന്നവൻ,
എന്നെ നന്നായി മെനയുന്നവൻ, എൻ്റെ ഉള്ളം അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ.